നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കുത്തനെ ഇടിയാൻ പോവുകയാണ് ഇന്ന്. അത് യുക്രൈൻ റഷ്യ യുദ്ധം തീരുന്നു എന്നുള്ളൊരു ന്യൂസ് വന്നതിന് ശേഷം സ്വർണ്ണവില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ സ്വർണ്ണവിലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ 4.4% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ഇന്നലെ ഇപ്പോഴത്തെ ഏകദേശം ഒരു 12 മണിക്കൂർ മുമ്പ് ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും ചേർന്ന് ഉള്ള ഒരു പത്രസമ്മേളനത്തിൻ്റെ വിവരങ്ങൾ വന്നിരുന്നു. അതിനുശേഷമാണ് ഇത് ഇടിവുണ്ടായിരിക്കുന്നത്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ വരുന്ന ന്യൂസ് എന്ന് പറയുക, യുക്രൈൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ വസതി 91 ഡ്രോൺസ് വെച്ച് അറ്റാക്ക് ചെയ്തു എന്നുള്ള ന്യൂസാണ്. അപ്പോൾ ഏകദേശം 12 മണിക്കൂർ മുമ്പ് ലോകത്തെ മുഴുവൻ ആവേശഭരിതരാക്കിക്കൊണ്ട് ഈ റഷ്യൻ യുക്രൈൻ യുദ്ധം തീരുന്നു എന്നൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിട്ട് ഏകദേശം 8 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ റഷ്യൻ പ്രസിഡന്റിൻ്റെ കൊട്ടാരം ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് 2025 ഡിസംബർ 30 രാവിലെ 3:45 ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ വരുന്ന സ്വർണ്ണവിലയുടെ ന്യൂസ് എന്ന് പറയുന്നത് $4,332 ഔൺസിന് വില ഇടിഞ്ഞിരിക്കുകയാണ്. അതായത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഇടിവ് 4.4% എന്ന് പറയുമ്പോൾ സാധാരണ സ്വർണ്ണവിലയൊക്കെ ഇടിയുമ്പോൾ അല്ലെങ്കിൽ കയറുമ്പോൾ പരമാവധി ഒരു 1-1.5% വ്യത്യാസം വരാറുള്ളായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 4.4% ഇടിവ്. അതായത് ഇന്നലെ $4,549 വരെ ഈ ഔൺസിന് സ്വർണ്ണവില ഇടിഞ്ഞിരുന്നു. ഒരു ഔൺസ് എന്ന് പറയുമ്പോൾ 28.349 ഗ്രാമാണ് ഒരു ഔൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $4,549 വരെ കയറിയിട്ട് ഈ യുദ്ധം തീരുന്നു എന്നുള്ള ന്യൂസ് വന്നപ്പോൾ 4.4% ചരിത്രത്തിൽ തന്നെ റെക്കോർഡ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് സ്വർണ്ണവില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഔൺസിന് 4,332 വരെ താഴ്ന്നു നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ്. പക്ഷേ ഇത് യുദ്ധം തീരുന്നു എന്നുള്ള ന്യൂസ് കാരണമാണ് ഇത്രയും വലിയൊരു ഡ്രാസ്റ്റിക് ഡിഫറൻസ്, സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇടിവ് സ്വർണത്തിന് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 4 മണിക്കൂർ മുമ്പുള്ള ന്യൂസ് ഇതാണ്: യുക്രൈൻ പുടിൻ്റെ വസതി ആക്രമിച്ചു, 91 ഡ്രോൺസ് വെച്ച് അറ്റാക്ക് ചെയ്തു എന്നുള്ള ന്യൂസാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഈ സ്വർണ്ണവില വീണ്ടും കയറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ കൺഫ്യൂഷനാണ്. റിപ്പോർട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ സ്വർണ്ണവില 22 ക്യാരറ്റ് സ്വർണത്തിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 4.4% ഇടിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇനി അത് ഈ യുദ്ധം തുടരും എന്നുള്ള ന്യൂസ് വരുമ്പോൾ ഇത് വീണ്ടും ഉയരാനുള്ള സാധ്യതയും
ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. എന്തായാലും സാധാരണഗതിയിലാണെങ്കിൽ 4.4% ഇടിവ് സ്വർണ്ണവിലയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇന്നലത്തെ സ്വർണത്തിൻ്റെ വില, കേരളത്തിലെ വില 22 ക്യാരറ്റിന് 1 ഗ്രാമിന് 12,765 നിന്നിരുന്നത്. അത് ഏകദേശം 1 ഗ്രാമിന് 550 രൂപ ഇടിയാനുള്ള സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ വില അനുസരിച്ച് അത്രയും ഇടിയേണ്ടതാണ്. അതായത് പവന് ഏകദേശം 4,500ഓളം രൂപ ഇടിയും എന്നുള്ള സ്ഥിതിയാണ് ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ വില കാണിക്കുന്നത്. പക്ഷേ ഈ യുക്രൈൻ ഈ റഷ്യൻ പ്രസിഡന്റിൻ്റെ വസതി ആക്രമിച്ചു എന്നുള്ള ന്യൂസ് വരുമ്പോൾ ഈ സ്വർണ്ണവിലയിലുള്ള ഇടിവ് മാറിയിട്ട് വീണ്ടും കുതിക്കാനുള്ള സാധ്യതയും ഉണ്ട്. എങ്കിലും ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ വില അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇന്ന്, അതായത് 2025 ഡിസംബർ 30 ഏകദേശം ഗ്രാമിന് 500 രൂപ വരെ ഇടിയാൻ സാധ്യതയുണ്ട്. അതായത് പവന് 4,000 രൂപ എറൗണ്ട് ഇടിയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ യുദ്ധം തുടരും എന്നുള്ള ന്യൂസ് വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ വിലയിൽ ഇതുവരെ പ്രതിഫലിച്ച് കണ്ടില്ല. എന്തായാലും മറ്റ് ഡേറ്റകളൊക്കെ, അതായത് ഡോളറിൻ്റെ വില ഏകദേശം 98 ഡോളർ ഇൻഡെക്സ്, അതായത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഡോളറിൻ്റെ വില 98 പോയിൻ്റാണ് നിൽക്കുന്നത്. അതിന് കാര്യമായ ചേഞ്ചൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇന്നലെ അമേരിക്കൻ വിപണിയും യൂറോപ്യൻ വിപണിയൊക്കെ കാര്യമായ ചലനമൊന്നും ഇല്ലാതെ ആണ് ക്ലോസ് ചെയ്തേക്കുന്നത്. യുദ്ധം തീരുന്നു എന്നുള്ള ന്യൂസ് ഇതിനെ ഒന്നും ബാധിച്ച് കണ്ടില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് വരുന്നത് ഈ യുക്രൈൻ പുടിൻ്റെ ഒക്കെ വസതി ആക്രമിച്ചു എന്നുള്ള ന്യൂസാണ്. അപ്പോൾ അത് ഇവിടെ സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ച് കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ സംഭവം ഈ ഡ്രാസ്റ്റിക്കായിട്ടുള്ള ആ ചേഞ്ച് സ്വർണത്തിന് വന്നിരിക്കുകയാണ് ഇൻ്റർനാഷണൽ ലെവലിൽ ഇപ്പോൾ. അത് പക്ഷേ ഇന്നത്തെ പകൽ മണിക്കൂറുകളിൽ നേരെ തിരിച്ചും വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഉറപ്പായിട്ടും പറയാം, ഇന്ന് സ്വർണ്ണവില ഇടിയുക തന്നെ ചെയ്യും കേരളത്തിൽ. അപ്പോൾ സ്വർണം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം പറയുന്നത് ഇതാണ്, സ്വർണ്ണവിലയുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ഇപ്പോഴത്തെ വില അനുസരിച്ച് ഏകദേശം പവന് 4,000 രൂപ എറൗണ്ട് ശരാശരി ഇടിവുണ്ടാകുമെന്ന് തന്നെയാണ്. പിന്നെ അത് ഈ യുദ്ധം തുടരുമെന്നുള്ള ന്യൂസ് വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ആഘാതത്തിന് അല്പം അയവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വർണ്ണവില ഇന്ന് പവന് ഏകദേശം 4,000 രൂപ ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ഇപ്പോൾ ഇന്നലെ എല്ലാവരെയും മോഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു ന്യൂസായിരുന്നു വന്നത്. യുക്രൈൻ റഷ്യ യുദ്ധം തീരുന്നു എന്നും പറഞ്ഞൊരു ന്യൂസ് വന്നപ്പോഴത്തേക്ക് എല്ലാവരും വളരെയധികം ആശ്വസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്വർണത്തിൻ്റെ വില ഇടിഞ്ഞത്. പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചുള്ള ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ഉറപ്പായിട്ടും ഇന്ന് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് കേരളത്തിലെ സ്വർണത്തിൻ്റെ വിലയിൽ ഉണ്ടാവും, അത് ഉറപ്പാണ്. അത് പക്ഷേ എത്രത്തോളം ഇടിയുമെന്നുള്ളത്
ഈ ഇൻ്റർനാഷണൽ വില അനുസരിച്ച് ഇപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇനിയുള്ള മണിക്കൂറുകളിൽ, അതായത് ലോകം തന്നെ ഏകദേശം ക്രിട്ടിക്കലായിട്ടുള്ള ഒരു മൊമെൻറ്റ്സിൽ കൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും സ്വർണ്ണവില ഇന്ന് ഇടിയുമെന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ അത് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ ഒക്കുന്നില്ല. ഇൻ്റർനാഷണൽ വില അനുസരിച്ച്, ഇപ്പോഴത്തെ വില അനുസരിച്ച് ഏകദേശം ശരാശരി 4000 രൂപ പവന് കുറയാൻ സാധ്യതയുണ്ട്. ഗ്രാമിന് ഏകദേശം അറൗണ്ട് 500 രൂപ വരെ ഇടിയാനും സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.